നമസ്കാരം. പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തെത്തിക്കുന്നതിന് വേണ്ടി മനോരമയ്ക്കും മാതൃഭൂമിക്കും തെലങ്കാന കോൺഗ്രസ് കോടികൾ കൊടുത്തു. കോടികൾ കൊടുത്തത് കൈയോടെ നികേഷ് കുമാർ പിടികൂടിയോ? വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. മനോരമയുടെയും മാതൃഭൂമിയുടെയും ഒക്കെ പത്രത്തിന്റെ മുൻപേജിൽ ഇപ്പോൾ ഇങ്ങനൊരു വാർത്ത, ഒരു പരസ്യം നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: തെലങ്കാന മുന്നേറുന്നു, നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുന്നു, യുവജനതയെ ശാക്തീകരിക്കുന്നു. രണ്ടാമത്തെ പരസ്യത്തിൽ നമുക്ക് കാണാം 1 കോടി സ്ത്രീകളെ കോടീശ്വരികളാക്കി മാറ്റുന്ന വഴിത്താര. അതിന്റെ രേവന്ത് റെഡ്ഡി ഇതേ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണപ്പോ ഈ തെലങ്കാന ഗവൺമെന്റിന്റെ ഈ തള്ളും തെലങ്കാന ഗവൺമെന്റിനെ വെള്ളപൂശിക്കൊണ്ടുള്ള ചില പരസ്യങ്ങളും ഒക്കെ നമ്മുടെ കേരളത്തിലെ ഈ മനോരമയിലും മാതൃഭൂമിയിലും എന്നൊക്കെ പലരും ആലോചിക്കുന്നുണ്ടാകും. അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്, അത് നമുക്ക് നോക്കാം. അതായത് അത് ചുമ്മാ ഒന്നും അവർ കൊടുത്തതൊന്നുമല്ല. നികേഷ് കുമാർ പറയുന്നത് ഇങ്ങനെയാണ്: കേരളത്തിലെ പത്ര വായനക്കാർ ഞെട്ടണ്ട, ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ കുറെ ജാക്കറ്റ് പരസ്യം വരും, കാർഡ് റേറ്റ് ഇട്ട് പണം കൈമാറുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് തെലങ്കാന കോൺഗ്രസ് വക 1 മാസത്തിൽ 3 ജാക്കറ്റായി ഇനിയും വരാനുണ്ട്. മനോരമ ജാക്കറ്റ് റേറ്റ് 2.13 കോടി, മാതൃഭൂമി 1.5 കോടി എന്നാണ് നികേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത്. നികേഷ് കുമാറിന് ഇതിന്റെയൊക്കെ റേറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറിയാമായിരിക്കുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം നികേഷ് കുമാർ ഒരു ചാനലൊക്കെ നടത്തിയ വ്യക്തിയാണ്. അപ്പോ ഇനി എന്തുകൊണ്ടാണ് മനോരമയും മാതൃഭൂമിയും ഈ 24 മണിക്കൂറും സതീശന് വേണ്ടി സ്തുതി പാടുന്നതെന്നും പ്രതിപക്ഷത്തിന് വേണ്ടി സ്തുതി പാടുന്നതെന്നും, എന്തുകൊണ്ടാണ് 24 മണിക്കൂറും പിണറായി വിജയനെതിരെയും പിണറായി വിജയൻ സർക്കാരിനെതിരെയും ഇടതുപക്ഷ MLA-മാർക്കെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും ഒക്കെ വ്യാജ പ്രചരണം നടത്തുന്നതെന്നും ഒക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും. മേടിച്ച പൈസക്ക് നല്ല രീതിയിൽ പണിയെടുക്കണ്ടേ? അതുകൊണ്ടാണ് നമ്മുടെ മനോരമയൊക്കെ ഓവർ ടൈം പണിയെടുക്കുന്നത്. 1.5 കോടി മാത്രം കിട്ടിയത് കൊണ്ടായിരിക്കും. മാതൃഭൂമിക്ക് മനോരമയുടെ അത്ര ഉഷാറില്ല, എന്നാലും മനോരമ നല്ല രീതിയിൽ തന്നെ കിണഞ്ഞ് പല പരിശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണേ. അതായത് പവർ കട്ടിന്റെ ഒരു കാലത്തേക്ക്, നമ്മുടെ ചാണ്ടി സാറിന്റെ കാലഘട്ടത്തിലേക്ക് വിളിക്കുകയാണ്. പള്ളിക്കൂടങ്ങൾ അടച്ചുപൂട്ടിയ ഒരു കാലഘട്ടത്തിലേക്ക്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മേഖലയും തകർന്നറിഞ്ഞൊരു കാലഘട്ടത്തിലേക്ക്, ആശുപത്രികളുടെ അവസ്ഥയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ UDF-ന്റെ കാലഘട്ടത്തിലേക്ക് ഇതെങ്ങനെ മാടി വിളിക്കുകയാണ് ജനങ്ങളെ. അങ്ങനെ ജനങ്ങൾ അതിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നുണകളാണ്, കല്ലുവെച്ച നുണകളാണ് മനോരമ ഓരോ ദിവസവും പറയുന്നത്. ഒരു ടോയ്ലറ്റ് പേപ്പറായിട്ട് പോലും മനോരമയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വെക്കുന്നത്. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മനോരമയിലെ വാർത്തകളുടെ ഇടയിലൂടെ കണ്ണോടിച്ചു പോയാൽ എത്ര പെരുന്നുള്ള വാർത്തകൾ കണ്ടുപിടിക്കാൻ കഴിയുമെന്നറിയാമോ? മാത്രവുമല്ല, ഇടതുപക്ഷത്തിനെതിരെ നേരം വെളുക്കുമ്പോൾ മുതൽ ഏതൊക്കെ രീതിയിലുള്ള വ്യാജ വാർത്തകൾ മെനയണം എന്ന് ഓർത്തുകൊണ്ടാണ് മനോരമയുടെ ലേഖകന്മാരും റിപ്പോർട്ടർമാരും ഒക്കെ ഇറങ്ങുന്നത് എന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സർക്കാർ, ഇതുപോലൊരു സർക്കാർ കേരളം ഭരിച്ചിട്ടുണ്ടോ? എല്ലാ മേഖലയും, അതായത് എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന, അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിന്ന സ്കൂളുകൾ, അതുപോലെ തന്നെ ആശുപത്രികൾ, വ്യവസായ സ്ഥാപനങ്ങൾ, അങ്ങനെ ഏത് മേഖല നോക്കിയാലും എല്ലാം തുറന്ന് പ്രവർത്തിപ്പിച്ച് വിജയത്തിലെത്തിച്ച ഒരു സർക്കാർ. നമുക്കറിയാം, എല്ലാ മേഖലയിലും നമ്മൾ സൂചികയിൽ ഒന്നാമതാണ്. ആരോഗ്യ മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും എല്ലാ മേഖലയിലും നമ്മൾ ഒന്നാമതാണ്. വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്തുകൊണ്ട്, വലിയ മഹാമാരികളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ സർക്കാർ കേരളത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന, അല്ലെങ്കിൽ അതിന് വലിയ മൂല്യം നൽകുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു വർഗീയ കലാപം ഇവിടെ നടന്നിട്ടുണ്ടോ? എത്ര അധികം വർഗീയ കലാപങ്ങൾ നടത്താനുള്ള പദ്ധതികൾ ഇവിടെ നടന്നു. കേരള സ്റ്റോറി പോലും അതിനു വേണ്ടിയുള്ള ഒരു ഇറക്കുമതിയായിരുന്നില്ലേ? അതിനൊക്കെ എത്ര ഭംഗിയായാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതിരോധിച്ചത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഇവിടുത്തെ മതനിരപേക്ഷ മനസ്സ് തകരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കോൺഗ്രസും BJP-യും കിണഞ്ഞ് പല ഘട്ടങ്ങളിലും പല ശ്രമങ്ങൾ നടത്തിയിട്ടൊന്നും അതൊന്നും നടന്നിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് ആണ് ഇവിടെ ഭരിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു എന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. കറക്റ്റ് സമയങ്ങളിൽ പൗരത്വ ഭേദഗതി നിയമത്തിൽ സ്റ്റാൻഡ് പറയാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. അതുപോലെ തന്നെ ഏത് വിഷയം എടുത്തു നോക്കിയാലും ആ വിഷയങ്ങളൊക്കെ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞു. എന്തിന് അധികം പറയുന്നു? വയനാട് ദുരന്ത ബാധിതരെ ഏതു രീതിയിലാണ് ഈ സർക്കാർ മികച്ച രീതിയിലുള്ള ഒരു സുരക്ഷയൊരുക്കി, അവർക്ക് വേണ്ടി ഒരു കരുതലൊരുക്കി ഈ നാടിന്റെ കാവലായി മാറിയതെന്ന് നമ്മളൊക്കെ കണ്ടതല്ലേ? അതായത് കേന്ദ്രം പോലും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിൽ ഒരു സർക്കാർ അവരിതാ ഇങ്ങനെ ചേർത്ത് പിടിച്ച കാഴ്ച നമ്മളൊക്കെ കണ്ടു അല്ലെ? മാത്രവുമല്ല, അന്ന് ആ മഹാദുരന്തം സംഭവിച്ചപ്പോൾ ഒരു മുഖ്യമന്ത്രി, ഒരു നാടിന്റെ ഭരണാധികാരി എടുത്ത പല രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി വഹിച്ച പങ്ക്, അതൊക്കെ മാതൃകാപരമായ ഒന്നാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുകയുള്ളൂ. പക്ഷേ പ്രതിപക്ഷം വയനാട് ദുരന്തത്തെ അടക്കം രാഷ്ട്രീയ ആയുധമാക്കി, അല്ലെങ്കിൽ അതൊക്കെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടത്. എന്തിന് ഈ ഇടക്കാലത്തിലെ അർജുന്റെ വിഷയം ഉണ്ടാകുന്നത്? അർജുനെ ഷിരൂരിൽ കാണാതായപ്പോൾ ആ വിഷയത്തിൽ പോലും ഏത് നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്?
കർണാടക സ്വീകരിക്കുന്ന അതേ നിലപാട്. ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായ അർജുനെ കണ്ടെത്തണം, കർണാടകയ്ക്ക് വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോഴും ഇല്ല, സിദ്ധരാമയ്യയ്ക്കും കർണാടകയ്ക്കും ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിനെതിരെ നിന്നവരാണ് സതീശനും സതീശന്റെ പാർട്ടിയും. വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് ദുരന്തത്തിലും ഈ നാട് എപ്പോഴൊക്കെ ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ നാടിനെതിരെ നിന്നിട്ടുള്ള പക്ഷമാണ് ഈ സതീശനും സംഘവും. ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. BJP പിന്നെ പണ്ടേ അങ്ങനെയാണ് എന്ന് തന്നെ നമുക്ക് വെക്കാം. അതുകൊണ്ട് പിന്നെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക്, അത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലേക്ക് അവരെയൊക്കെ മുഖ്യമന്ത്രി കസേരയിലൊക്കെ പിടിച്ചിരുത്തിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി ചില മാധ്യമങ്ങളൊക്കെ നന്നായിട്ട് വിടുവേല ചെയ്യുന്നുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് മാധ്യമപ്രവർത്തനമൊന്നും അല്ല കേട്ടോ. ഇതിന് ജേർണലിസം ഒന്നും പറയാൻ പറ്റില്ല. ഇതാണ് ജീർണലിസം എന്ന് പറയുന്നത്. ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ചില സംഭവങ്ങൾ നമുക്ക് ജീർണലിസം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും മനോരമയുടെ ഓരോ ദിവസത്തെയും വാർത്ത ഇങ്ങനെ ഓരോന്നായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഓരോ സഖാക്കളും ഒക്കെ പൊളിച്ചടക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു ഉടുപ്പ് തോന്നില്ലേ എന്ന് പലർക്കും തോന്നുന്നുണ്ടാവും. എങ്ങനെ തോന്നാനാണ്? പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ഉളുപ്പ് അല്ലെ? മനോരമ എന്ന് പറയുന്ന മാധ്യമമാണ് കഴിഞ്ഞ 10 വർഷം ഈ സർക്കാരോട് ഭരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സർക്കാരിനെതിരെ വ്യാജ പ്രചരണം നടത്തിയ ഒരു മാധ്യമം എന്ന് പറയുന്നത് മനോരമയായാലും അതുപോലെ തന്നെ മനോരമ പത്രമായാലും ഒക്കെ ഇടതുപക്ഷത്തിനെതിരെ ഏതൊക്കെ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്താൻ പറ്റുമോ അതെല്ലാം നടത്തി നോക്കി. പക്ഷേ ജനങ്ങൾ പ്രതിരോധിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? ഇടതുപക്ഷത്തിന്റെ പല നേതാക്കളും തോൽക്കുമെന്ന് ഇവർ വിധി എഴുതി. എന്നിട്ട് എന്ത് സംഭവിച്ചു? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2016 കൂടുതൽ വലിയ മികച്ച ഭൂരിപക്ഷത്തിൽ 99 സീറ്റ് നേടി അധികാരത്തിൽ വന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. മാത്രമല്ല പ്രതിപക്ഷത്തിന് നിലവിലുണ്ടായിരുന്ന സീറ്റുകൾ കയ്യിൽ നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടായി. 2026 സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ മനോരമയ്ക്ക് ഇപ്പോഴും മറ്റേ 70കളിൽ നിന്ന് വണ്ടി കിട്ടാതെ നിൽക്കുകയാണ്. അവരുടെ വിചാരം എന്താണെന്നറിയൂ? ഇവർ പ്രചരിപ്പിക്കുന്ന വ്യാജ പ്രചരണങ്ങളിലും വ്യാജ വാർത്തയിലും ഒക്കെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ വീഴുമെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ വസ്തുത എന്താണ്? ഡിജിറ്റൽ കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നാട് കടന്നു പോകുന്നതെന്ന് ഇപ്പോഴും മനോരമ മനസ്സിലാക്കിയിട്ടില്ല. മനോരമയ്ക്ക് ഓരോ ദിവസവും പടച്ചുവിടുന്ന വ്യാജ വാർത്തകൾ മിനിറ്റുകൾക്കകം തന്നെ പൊളിഞ്ഞു വീഴുന്നത് ഏത് പ്ലാറ്റ്ഫോമിലാണ്? ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ്. ഇവരുടെയൊക്കെ കപട മുഖം പൊളിഞ്ഞു വീഴുന്നത് എവിടെയാണ്? ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ്. ഇവരൊക്കെ ഒളിച്ചു കടത്തി പലതും ഈ പറയുന്നത് പോലെ അവർ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ചെയ്തികൾ പൊളിയുന്നത് എവിടെയാണ്? ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ്. അതുകൊണ്ട് മനോരമയൊക്കെ പണ്ട് പറയുന്നത് കേട്ട് പലരും ഒക്കെ വോട്ട് ചെയ്ത് ഈ പറയുന്നത് പോലെ പല കള്ളന്മാരെയും ഒക്കെ കസേരയിൽ എത്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇനിയുള്ള കാലത്തൊന്നും അത് നടക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒരു നുണ പറഞ്ഞാൽ ഫാക്റ്റുകൾ വെച്ച് അത് പൊളിച്ചടക്കി ഇതാണ് യാഥാർത്ഥ്യം എന്ന് കാണിക്കാനും അത് നിങ്ങൾ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ഒക്കെ ഇന്നിവിടെ സംവിധാനം ഉണ്ടെന്നേ. ആ സംവിധാനം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ പഴയതുപോലെ നമ്മുടെ മനോരമയ്ക്കൊന്നും ക്ലച്ച് പിടിക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. സത്യത്തിൽ മനോരമയെ പോലുള്ള മാധ്യമങ്ങളും മനോരമയിലുള്ള മാധ്യമ പ്രവർത്തകരും ഒക്കെ ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം ഇങ്ങനെ വ്യാജ വാർത്തകൾ ചെയ്യുന്നത് ഒരു കണക്കിന് നല്ലതാണ് കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, മനോരമ ഇടതുപക്ഷത്തിനെതിരെ ചെയ്യുന്ന വാർത്തകൾ മുഴുവൻ വ്യാജമാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ നല്ലത് ചെയ്താലാണ് പേടിക്കാനുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നെങ്കിലും മനോരമയുടെ വായ കൊണ്ട് ഇടതുപക്ഷ സർക്കാരിനെ പറ്റി അല്ലെങ്കിൽ ഈ സർക്കാർ നടത്തിയിട്ടുള്ള ഏതെങ്കിലും നേട്ടങ്ങളെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ നാടിനെ പുകഴ്ത്തി മറ്റുള്ള ദേശീയ മാധ്യമങ്ങളും ഇന്റർനാഷണൽ മാധ്യമങ്ങളും ഒക്കെ സംസാരിക്കുമ്പോഴും നമ്മുടെ മനോരമ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞ് എന്നും ഈ സർക്കാരിനെതിരെ നിന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഇനിയും കാർഡുകളൊക്കെ വരും. കാർഡുകൾ വരുന്നതിനനുസരിച്ച് തന്നെ ഇങ്ങനെ വ്യാജ പ്രചരണങ്ങൾ വലിയ രീതിയിൽ തന്നെ പല കോൺഗ്രസ്സുകാരും ഒക്കെ പ്രചരിപ്പിച്ച് വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തും. പക്ഷേ ഏതെങ്കിലും വാർത്ത കയ്യിൽ വന്നാൽ അതൊരു 2-3 തവണ നമ്മൾ ഫാക്ട് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ സ്ഥിരീകരിക്കാവൂ. വേറൊന്നും കൊണ്ടല്ല, നഷ്ടപ്പെട്ടാൽ പോകുന്നത് 5 വർഷമാണ്. ഇപ്പോ വലിയ കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ ജനങ്ങൾക്കൊക്കെ എല്ലാ രീതിയിലുള്ള സുരക്ഷിതത്വം ഒക്കെ ഉറപ്പുവരുത്തുന്ന ഒരു സർക്കാരാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത്. തെറ്റ് പറ്റിയാൽ പിന്നെ കൈവിട്ടു പോകുന്നത് ഒരു നാടായിരിക്കുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.